യെസ് ഇറ്റ്സ് ഹേ വി ഗോ. മാർക്കസ് മെർഗുലാഹോയും കൺഫേം ചെയ്യുന്നു നോവ സദോയി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ള ഒരു കാര്യം. അറിയാം, എഫ് സി ഗോവയിൽ കഴിഞ്ഞ 2 സീസണുകളായിട്ട് പെർഫോം ചെയ്തു വരുന്നൊരു താരമാണ്. അദ്ദേഹത്തെ ഒരു 2 ഇയർ ഒരു ഡീലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പം പല റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഏതാണ്ട് 3 crore മറ്റോ ആണ് ഒരു സാലറി പെർ സീസണൊക്കെ കൊടുക്കുന്നത് എന്നുള്ളത് മുമ്പ് തന്നെ വന്ന വാർത്തയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ സൈനിങ് എന്ന വണ്ണം തന്നെയാണ് താരത്തെ ടീമിൽ എത്തിക്കുന്നത് എന്നുള്ളതാണ്. അതിലും ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഗോവയിൽ ഈ സീസണിൽ 11 ഗോളുകൾ 5 അസിസ്റ്റ്, അങ്ങനെ 16 ഗോൾ കോൺട്രിബ്യൂഷൻ. കഴിഞ്ഞ സീസണിൽ 9 ഗോൾ 9 അസിസ്റ്റ്, അങ്ങനെ ഒരു 18 ഗോൾ കോൺട്രിബ്യൂഷൻ. അതായത് ഒരു സീസണിൽ 15-നും 20-നും ഇടയിൽ ഗോൾ കോൺട്രിബ്യൂഷൻ കഴിഞ്ഞ 2 സീസണിലും കൊടുത്തിട്ടുള്ള ഒരു താരമാണ് ഇദ്ദേഹം എന്നുള്ളത് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു ഗുഡ് റിക്രൂട്ട്മെന്റ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. എനിക്കിപ്പം ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂണയും ദിമിയും നമുക്ക് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ട്രയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെടിക്കെട്ട് ട്രയോ തന്നെയൊക്കെ ആയി മാറും. പക്ഷേ അറിയില്ല, ഇനി നമുക്ക് ആ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ ആ ഒരു നമുക്കൊരു മിന്നും കോംബോയെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. അതിനു മുമ്പൊക്കെ നമുക്ക് ആരാണ് കോച്ചെന്ന് അറിയേണ്ടിയിരിക്കുന്നു. ആ ഒരു വിവരത്തിന് ശേഷമായിരിക്കും, ചിലപ്പോൾ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിന് ശേഷമൊക്കെ ആയിരിക്കും പല പ്ലേയേഴ്സിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരിക. സോ എന്നാൽ മാത്രമേ നമുക്ക് നോയയൊക്കെ ആണെങ്കിൽ കൊണ്ടുവന്നാലും ഏത് തരത്തിലാണ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു കാര്യവും ഒക്കെ പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇതും നോയെ പറ്റി പറയുമ്പോഴത്തേക്കും അദ്ദേഹം ഒരു മൊറോക്കൻ ആയിട്ടുള്ള പ്ലെയറാണ്. മൊറോക്കയ്ക്ക് വേണ്ടി ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 4-5 മത്സരങ്ങളോ മറ്റൊക്കെ കളിച്ചിട്ടുള്ളൂ. അദ്ദേഹം മൊറോക്കൻ ലീഗിൽ നിന്നാണ് ISLലേക്ക് 2022 എത്തുന്നത്. കരിയറിൽ കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളതും മൊറോക്കോയിൽ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് വന്നിട്ടുള്ളത് ഇന്ത്യൻ സൂപ്പർ ലീഗിലാണ് എന്നുള്ളതാണ്. സ്റ്റാറ്റ് വൈസ് നോക്കുമ്പോൾ ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വിവിധ ലീഗുകളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അദ്ദേഹം മൊറോക്കൻ ആണെങ്കിലും ഹാഫ് അമേരിക്കൻ, അതായത് USA പൗരൻ കൂടിയാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ അദ്ദേഹം കളിച്ചിട്ടുള്ളത് ഇപ്പോൾ നോക്കിയാൽ മൊറോക്കോ കൂടാതെ USA-ലും ഇസ്രായേൽ, സൗത്ത് ആഫ്രിക്ക, ഹോണ്ടുറാസ്, ഒമാൻ, ഈജിപ്റ്റ് തുടങ്ങിയ ഡിഫറെൻറ്റ് കൺട്രീസിലൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നോവ എന്ന് പറഞ്ഞാൽ താരത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം 30 വയസ്സുള്ള ഒരു താരമാണ്. ഇപ്പം കരോളിസിൻ്റെ ഒരു ഫോറിൻ സൈനിങ് ഒരു ശ്രേണി നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ലേറ്റ് 20s അല്ലെങ്കിൽ ഏർലി 30s. ഇപ്പം ലൂണയുടെ കാര്യം എടുത്താലും ദിമിയുടെ കാര്യം എടുത്താലും ഡയാസിൻ്റെ കാര്യം എടുത്താലും അൽവാറോ ലെസ്കോവിച്ച് ഇങ്ങനെയുള്ള പ്ലേയേഴ്സിൻ്റെയൊക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ എക്സെപ്ഷൻസ് ഉണ്ട് കൂടുതലും. അപ്പം ആ ഒരു ശ്രേണിയിലേക്ക് വരുന്നൊരു പ്ലെയർ എന്നതാണ് നമുക്ക് പറയേണ്ടത്. നമുക്കറിയാം നോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരിക അദ്ദേഹം ആ ലെഫ്റ്റ് വിങ്ങിലൂടെ അദ്ദേഹത്തിൻ്റെ റൺസും ഡേഞ്ചറസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതും ലെഫ്റ്റിൽ കട്ട് ചെയ്ത് ഗോൾ അടിക്കുന്നതും ഒക്കെയാണ്. സോ ഗോവയിൽ കണ്ടിട്ടുള്ള ആ ഒരു മിന്നും പ്രകടനം നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലും കാണാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. സോ ഏതായാലും ഞാൻ പറഞ്ഞ കോച്ച് ആരാണെന്നൊക്കെ ഉള്ളത് അറിയണം. അതിനുശേഷമായിരിക്കും ഏതൊരു രീതിയിലായിരിക്കും ഇദ്ദേഹത്തെ കളിപ്പിക്കുക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റിയൊക്കെ വരത്തുള്ളൂ. എന്താണെങ്കിലും മാർക്കസ് കൂടി കൺഫേം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടിയാണ്. ബ്ലാസ്റ്റേഴ്സ് അതെനിക്ക് തോന്നുന്നു മിക്കവാറും ജൂണൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പറഞ്ഞ ട്രാൻസ്ഫർ മാർക്കറ്റ് തുറക്കുകയും അങ്ങനെ പല ഫാക്ടേഴ്സൊക്കെ ഇനി നിലനിൽക്കുന്നുണ്ടല്ലോ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുമോ കാണിക്കാൻ സനിയ.